ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3ാം ചാപ്റ്ററായ അതിഥി കബെ ബദിയാവുകെ ഹരി മൃദുൽ എഴുതിയ പാഠഭാഗം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. പത്രേ, സംക്ഷേപൺ, ഭാഷൻ, അംഗ്രേസി ശബ്ദം എന്നിവ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പത്രമാണ്, നോക്കിയിരിക്കുക. घर जाने के बाद അതിഥി को अपनी गलती का अहसास होता है. അഹസാസെ തോന്നൽ. വീട്ടിൽ എത്തിയതിന് ശേഷം അതിഥിക്ക് അദ്ദേഹത്തിന് അയാൾ ചെയ്ത തെറ്റിൻ്റെ തോന്നൽ ഉളവായി. ബഹർ ലേഖകോ പത്ര ലിഖ്താ ഹേ. അദ്ദേഹം എന്ത് ചെയ്തു? ലേഖകനെ പത്രം എഴുതി. അയാൾ എന്താ ചെയ്ത്? ലേഖകന് പത്രം എഴുതി. അതിഥിക്ക പത്ര തയ്യാർ കരെ. ആ അതിഥിയുടെ പത്ര തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. പത്രത്തിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം. ആദ്യം പത്രം എന്ന് കൊടുക്കുക, റൈറ്റിലേക്ക് മാറ്റി സ്ഥാനം ദിനാങ്കം, ലെഫ്റ്റിലേക്ക് മാറ്റി പ്രിയ മിത്ര എന്ന് സംബോധന ചെയ്യുക. എന്നാൽ അതിന് ശേഷം 3 പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ഒന്നാമത്തെ പാഠം നോക്കിയേ. മേം പിച്ചലെ ഹഫ്തെ മേം ഗർ പഹുഞ്ച. ഹഫ്ത ആഴ്ച. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീട്ടിൽ എത്തി. യഹാം ആനയ്ക്ക് ബാദ് മേരാ മൻ ദുഃഖ് സേ ഭരാ ഹേ. ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ മനസ്സെ ദുഃഖം കൊണ്ട് നിറഞ്ഞു. മേം പഹലെ മാഫി മാങ്കുന ചാഹത്താ ഹും. ഞാൻ ആദ്യം മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹം. മേം ആപ്കെ ഗർ മേ രഹ്കർ ഐസ വ്യവഹാർ നഹീം കർണാ ചാഹിയെ. വ്യവഹാർ, പെരുമാറ്റം. ഞാൻ താങ്കളുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെ പെരുമാറരുതായിരുന്നു, അല്ലേ? അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ്. തുമ്നെ കിത്തനി പ്യാർ സെ അപ്നെ ഗർ ബുലായത. നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. തുച്ഛെ ബച്പൻ ഗാവെ ഗറെ ആർ ബീത്തെ ദിനം കെ ബാരെ മേ ജാനിന ചാഹത്തെ ഥേ. നിങ്ങളുടെ കുട്ടിക്കാലം, ഗ്രാമം, വീട്, കഴിഞ്ഞുപോയ ദിനങ്ങൾ എന്നിവയെപ്പറ്റി കെബാരെ പറ്റി ജാനിന അറിയുവാൻ ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ എന്നാൽ മേം അപ്പനെ മൊബൈൽ ഫോൺ മേം ദേക്കർ ബൈഠാ. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടേ ഇരുന്നു. തുച്ഛെ ബാത്തെ നഹി ഹുവ. നിങ്ങളോട് സംസാരിച്ചില്ല. അബ് മുച്ചേ അപ്പനി ഗലത്തി കാ മഹസൂസ് ഹോ രഹാ ഹേ. ഇപ്പോൾ എനിക്ക് എൻ്റെ ആ ഗലത്തി, തെറ്റിൻ്റെ തോന്നൽ ഉളവായിക്കൊണ്ട് ഇരിക്കുന്നു. കൃപയ, ദയവായി, ആപ് സബ് ഫൂൽ ഗേ. നിങ്ങളതെല്ലാം ഫൂലിന മറക്കുക. മെയിം ആപ്കെ വിശ്വാസെ ദിലാത്താ ഹൂങ്കി. ഞാൻ നിങ്ങൾക്ക് വിശ്വാസം നൽകുന്നു. അഗലി ബാർ, അടുത്ത പ്രാവശ്യം, മൊബൈൽ ഫോൺ ഹമാരെ ബീച്ച് കഫി നഹി ആയേഗ. ഈ മൊബൈൽ ഫോൺ നമ്മുടെ ഇടയിൽ ഒരിക്കലും വരില്ല. അതായത് അത് ഞാൻ എടുത്ത് ഒരിക്കലും അതിൽ മാത്രം നോക്കിയിരിക്കില്ല, നാം തമ്മിൽ സംസാരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് താഴേക്ക് സബ്കോ പ്രണാം കഹിന. എല്ലാവർക്കും പ്രണാമം പറയുക. എന്നിട്ട് റൈറ്റിൽ മാറ്റി കൊടുക്കണം. തുമാരാ മിത്ര, കോമ, അതിൻ്റെ താഴേക്ക് ഹസ്താക്ഷർ ബ്രാക്കറ്റിൽ നാം എഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക കേട്ടോ. ലെഫ്റ്റിലേക്ക് മാറ്റി കുറച്ച് താഴെയായിട്ട് സെവാമേ, അതായത് 2 ആണ്. അതിൻ്റെ താഴെ നാമെ കോമ പദ എന്നെഴുതി ചെറിയ കോളം, എന്നിട്ട് ഫുൾ കോളം വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പത്രം എഴുതുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സംക്ഷേപണമാണ്. സംക്ഷേപണം എന്ന് വെച്ചാൽ ചുരുക്കി എഴുതുക, സംഗ്രഹിച്ചെഴുതുക, ചുരുക്കി എഴുതുക. അത് ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, മസ്റ്റായിട്ട് എഴുതേണ്ടി വരും കേട്ടോ. 8 മാർക്കാണ്. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 2 മാർക്ക് ആ പാസേജിൽ ഉണ്ടാകും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഒരു 3 സെൻറ്റൻസ് ആക്കി മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ചുമ്മാതെ ഒന്നാമത്തെ എഴുതി രണ്ടാമത്തെ കളഞ്ഞു അങ്ങനെ എഴുതല്ല. കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റിലെ, അതായത് ആ പാഠഭാഗത്തിലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പാരഗ്രാഫാണ് ഇത്. നോക്കിയ ക്വസ്റ്റ്യൻ. സംക്ഷേപൺ കരെ മൂൽ ഗദ്യാംശ എന്ന് കൊടുക്കുക. ഏക്ക് അകക്കാ ദിൻ ബീത്ത് ഗയ. ഒരു പൂർണ്ണ ദിവസം കഴിഞ്ഞു. ആ പാരഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് കുദ് ഹി ഹസ് രഹേ ഹോ എന്ന ആ പാരഗ്രാഫ് തീരുന്ന ഭാഗമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് വായിച്ച് നോക്കുക ടെക്സ്റ്റിലെ കേട്ടോ. ആ നല്ലതാണ് ചോദിക്കാൻ, അതുകൊണ്ടത് വായിക്കുക. ആ പാരഗ്രാഫിനെ സംക്ഷേപണം ചെയ്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സംക്ഷേപണം ചെയ്യുമ്പോൾ സംക്ഷേപൺ എന്ന് എഴുതിയിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യണം. ടൈറ്റിൽ എഴുതിയിട്ട് താഴേക്ക് ചെറിയൊരു 3-4 സെൻറ്റൻസ് ആയിട്ട് മാത്രം എഴുതി കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി. സംക്ഷേപൺ മൊബൈൽ മേം ഫംസെ അതിഥി. മൊബൈലിലെ കുരുങ്ങിപ്പോയ, അകപ്പെട്ടുപോയ അതിഥി എന്നാണ് എൻ്റെ ടൈറ്റിൽ. താഴേക്ക് നോക്കി. ലേഖകെ ഗർ ആയ അതിഥി കോ. ലേഖകൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിക്ക് 2 ദിൻ ബീത്ത് ജാനെ പർഫി. 2 ദിൻ എന്ന് വെച്ചാൽ 2 ദിവസങ്ങൾ ബീത്തിന കഴിഞ്ഞു പോയിട്ടും ദോനോക്കെ ബീച്ച് ബാത്ചിത് കർണേക്കാ സമയം നഹീമില്ല. രണ്ടുപേരുടെയും ഇടയിൽ, അതായത് ലേഖകൻ്റെയും അതിഥിയുടെയും ഇടയിൽ സംഭാഷണം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല.
അത്രയും ആയിട്ടും അവരൊന്നും സംസാരിച്ചില്ല. വഹ് ആൻഡ്രോയിഡ് ഫോൺ മേ ലഗാതർ റീൽസ് ദേക്ക് ജാ രഹേ ഹേ. അദ്ദേഹത്തിൻ്റെ ആൻഡ്രോയിഡ് ഫോണിലെ ലഗാതർ നിരന്തരമായി റീൽസ് കണ്ടുകൊണ്ടേ ഇരുന്നു. വഹ് കുദ് മുസ്കുരാന പുഞ്ചിരിക്കുക, കുദ് സ്വയം, അയാൾ സ്വയം പുഞ്ചിരിക്കുകയും ഹസ്കർ രഹ്ന ഹേ ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത്ര എഴുതി ഒരു കോളം വരച്ച് വേണം കൊടുക്കാൻ. ഇതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, ചോദിക്കാൻ കൊള്ളാവുന്ന ഭാഗമാണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഫാഷനാണ്, പ്രസംഗം നോക്കുക. ഹേ അതിഥി തും ഹി ബതാവോ കി അബ് മെയിം തുമാരാ ക്യാ ഇലാജ് കരെ. പാഠഭാഗം ഓർമ്മയുണ്ടാകും അല്ലേ? അതിഥി, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ഇലാജ് ചികിത്സയാണ് ഞാൻ തരേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നോട് സംസാരിക്കാതെ വന്നപ്പോൾ അയാൾക്കൊരു തോന്നലുള്ളവായി. ഇത് ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറിയിരിക്കാൻ, തന്നോട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് എന്ത് ചികിത്സയാണ് ഞാൻ തരേണ്ടത് എന്ന്. യഹാം ഇവിടെ ലേഖകയും കിസെ സാമാജിക സമസ്യ, ഏത് സാമൂഹിക പ്രശ്നം അതിലേക്കാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. സൂചിതകർത്തേക്ക് സൂചിപ്പിക്കുന്നത്. അപ്പനെ വിചാരോം കോ ഭാഷൻ കെ രൂപമേ പ്രസ്തുത കരെ. നിങ്ങളുടെ വിചാരങ്ങളെ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കി. ഫാഷൻ എന്ന് കൊടുക്കുക. ആധുനിക സമാജ് അവരെ മൊബൈൽ കി ലത്. ആധുനിക സമൂഹവും മൊബൈലിൻ്റെ അഡിക്ഷനും എന്നാണ് ടൈറ്റിൽ കേട്ടോ. താഴേക്ക് ഫാഷനല്ലേ തുടക്കം അറിയാം. ആദരണീയ ഗുരുജനവും ആറെ പ്രിയ അതിഥിയോ എന്ന് കൊടുത്ത് കോമ. താഴേക്ക് 3 പാരഗ്രാഫായിട്ട് എഴുതുക കേട്ടോ. ആജ് മേം ആപ്കെ സമക്ഷമേം ആധുനിക സമാജ് ആർ മൊബൈൽ കി ലത് കെ ബാരെ മേം ബതാന ചാഹ്താ ഹും. ആജ് ഇന്ന് ഞാൻ താങ്കളുടെ നിങ്ങളുടെ സമക്ഷത്തിലെ ആധുനിക സമൂഹവും മൊബൈലിൻ്റെ അഡിക്ഷൻ അതിനെപ്പറ്റി ബതാന പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹമാരെ ഘർ മേ അതിഥി ആത്തെ തോ പൂരാ സമയം ഫോൺ മേ മഗ്ന എന്ന് വെച്ചാൽ മുഴുകുക എന്ന വാക്കാണ്. നമ്മുടെ വീടുകളിലേക്ക് അതിഥി വരികയാണെങ്കിൽ അയാൾ പൂർണ്ണമായ സമയവും ഫോണിലെ മുഴുകിയിരിക്കുന്നു. ഉസ്കെ പാസ് ഘർ വാലോം കോ ബാത് കർനെ കി വക്ത് നഹി ഹെ. വക്ത് സമയം. ഉസ്കെ പാസ് അദ്ദേഹത്തിൻ്റെ അരികിൽ വീട്ടുകാരോട് സംഭാഷണം ചെയ്യാനുള്ള സമയം ഇല്ല. അടുത്ത പാരഗ്രാഫ്. ലേഖ് കെ അന്ത് മേ ലേഖക് യഹ് പൂച്ഛന ഹൈ കെ. ലേഖനത്തിൻ്റെ അവസാനം ലേഖകൻ ഇത് ചോദിക്കുന്നു. അബ് മേൻ തുമാരാ ക്യാ ഇലാജ് കരും. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചികിത്സയാണ് തരേണ്ടത്? യഹ് കേവൽ അതിഥി കെ ലിയെ നഹീം പൂരെ സമാജ് കെ മാനവക്കോം യഹ് ബഡാ പ്രശ്ന ഹേ. ഇത് കേവലം അതിഥിക്ക് വേണ്ടി മാത്രമല്ല, പൂർണ്ണമായ സമൂഹത്തിലെ ജനങ്ങളോടുള്ള ഒരു വലിയ ചോദ്യം തന്നെ ആണ്. ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണിത്. ഹമാരി ഘർ മേ റിശ്തേദാർ ആത്തെ തോ. നമ്മുടെ വീടുകളിലേക്ക് റിശ്തേദാർ ബന്ധുജനങ്ങൾ വരികയാണെങ്കിൽ ലോക സുഖദുഃഖ നഹീം തലാഷ് കർത്തെ. ജനങ്ങൾ സുഖദുഃഖത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല. ഇസ്കെ ബദലെ പകരം അതിന് പകരം റീൽസ്, ഫേസ്ബുക്ക്, വാട്സപ്പ് കി ദുനിയ മേ ഖോ ജാത്തെ ഥേ. ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരമായി റീൽസും ഫേസ്ബുക്കും പിന്നെന്താ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം അല്ലേ, എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതാം. അതിലേക്ക് ആ ദുനിയയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ബാക്കിയെല്ലാം മറന്നു പോകുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കി. ആ മൊബൈൽ ഫോൺ ലോഗോं को इतना व्यस्त कर दिया है कि. മൊബൈൽ ഫോൺ ജനങ്ങളെ ഇത്രത്തോളം വ്യാകുലപ്പെടുത്തുന്നു. അതായത് ഘർ മേ ഉപസ്ഥിത് ഹോക്കർ ഭി വാസ്തവമേ ഉപസ്ഥിത് നഹി ഹോത്തെ. ജനങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെങ്കിൽ അവരുടെ പ്രസൻസ് ആ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ആരും ആരോടും പരസ്പരം സംസാരിക്കാറില്ല, നോക്കത്തില്ല അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹം സ്ക്രീൻ ടൈം കോ സീമിത് കർണ ഹോഗ और अपने सामने बैठे वास्तविक इंसानों और रिश्तों को समय देना होगा. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തി, അതാ സ്ക്രീൻ ടൈം കോ സീമിത്, സ്ക്രീൻ ടൈം അല്ലെ സമയം പരിമിതപ്പെടുത്തിക്കൊണ്ടേ എന്ത് ചെയ്യണം? വാസ്തവിക ഇൻസാൻ മനുഷ്യർക്കും ആ റിസ്ത ബന്ധങ്ങൾക്കും, ആർക്കൊക്കെ ഇടയിലാണ് മനുഷ്യർക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകാൻ നാം തയ്യാറാകുകയും ചെയ്യണം കേട്ടോ. അതിന് ആ സ്ക്രീൻ ടൈമിനെ അല്ലെ സമയത്തെ പരിമിതപ്പെടുത്തുക, എന്നിട്ട് മനുഷ്യർക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകാൻ നാം തയ്യാറാവുകയും ചെയ്യണം. അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ കോളം വരയ്ക്കുക, ഇല്ലെങ്കിൽ വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലേഖ് മേ കൈ അംഗ്രീസി ശബ്ദോं का ലിപിയാന്തരൻ ഹേ ഇൻ ശബ്ദോं को खोज कर भरे. അതായത് ലേഖനത്തിലെ കുറേ അംഗ്രീസി ശബ്ദങ്ങളുണ്ട്, അതിൻ്റെ ലിപി കണ്ടെത്തി എഴുതുക. ലിപി ശബ്ദമാക്കി മാറ്റി അതിൻ്റെ ഇംഗ്ലീഷ് ഹിന്ദിയിലേക്ക് എഴുതുക. അതാണ് ഒന്നാമത്തെ കോളം നോക്കി. അംഗ്രീസി ശബ്ദം. രണ്ടാമത്തെ ലിപിയാന്തരീയ ശബ്ദമാണ്.
മൊബൈൽ, നമുക്കറിയാം മൊബൈൽ എന്നെഴുതുക. റീൽസ്, ഫേസ്ബുക്ക് എന്നെഴുതുക. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. അത് ലേഖനത്തിൽ വേറെ വാക്കുകളുണ്ടെങ്കിൽ നോക്കി എഴുതുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ ലെറ്റർ റൈറ്റിങ്, സംക്ഷേപണ, ഭാഷണമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ, എക്സാമിന് ചോദിക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് പോസ്റ്ററൊക്കെ ഉണ്ട്, വിജ്ഞാപനമുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ തരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അതെല്ലാം കൂടെ തന്നേക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് 4 പാഠമാണ്. അതിൽ 3 പാഠം നമ്മൾ പഠിച്ചു. 4ാമത്തെ പാഠവും അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.